വണ്ടി വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ലോൺ എടുത്തിട്ടാണോ? മാസടവിനുള്ള പൈസ കയ്യിലുണ്ടെങ്കിൽ തന്നെ ലോൺ കിട്ടും എന്നുള്ളതുകൊണ്ട് വേറെ ആരും ലോൺ എടുക്കുന്നതിന് മുമ്പ് ഒന്നും നോക്കുന്നുണ്ടാവില്ല. എന്നാൽ വളരെ ബേസിക് ആയിട്ട് അന്വേഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതിലെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ ലോൺ കിട്ടുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൂടുതലാണെങ്കിൽ. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ലോൺ ടു വാല്യൂ റേഷ്യോ എന്ന് പറയുന്നത്. ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ ആ വണ്ടിയുടെ ആക്ച്വൽ വാല്യൂവിൽ നിന്ന് എത്ര എമൗണ്ട് ലോൺ കിട്ടും എന്നുള്ളത് ഈ റേഷ്യോ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. റേഷ്യോ കൂടുതലാണെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റിൽ തന്നെ നമുക്ക് ലോൺ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനെ ആവുമ്പോൾ EMI കൂടുതലായിരിക്കും. ദെൻ ഇൻട്രസ്റ്റ് റേറ്റ്. മോസ്റ്റ്ലി വെഹിക്കിൾ ലോൺസിന്റെ എല്ലാം തന്നെ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും നമ്മൾ പേ ചെയ്യേണ്ടി വരും. സോ EMI പേ ചെയ്യേണ്ടത് നമ്മുടെ സാലറി സൈക്കിളിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പുവരുത്തുക. മിക്ക ആൾക്കാരും ഏതെങ്കിലും ഒറ്റ സ്ഥലത്ത് മാത്രം അന്വേഷിച്ചിട്ടായിരിക്കും ലോൺ എടുക്കുന്നുണ്ടാവും. മൾട്ടിപ്പിൾ ലെൻഡേഴ്സിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് അതിൽ ഏറ്റവും നല്ല ഓഫർ പ്രൊവൈഡ് ചെയ്യുന്ന ലോൺസ് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ നല്ലൊരു പോർഷൻ ഡൗൺ പേയ്മെന്റ് ചെയ്ത് പ്രീ പേയ്മെന്റും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അധികം ബാധ്യത ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആ ലോൺ ക്ലോസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും.